വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ആ സ്കൂളിലൊക്കെ പോയി വന്നു. അപ്പോൾ അങ്ങനെ ഉച്ചക്കാലത്തെ കാര്യങ്ങളും ജോലികളൊക്കെ കഴിഞ്ഞു. അഞ്ജുന് ഹോളിഡേയ്സ് ആട്ടോ. അപ്പോൾ അഞ്ജു നല്ല തകർത്ത് ഹോളിഡേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് സമ്മർ ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പേപ്പർ ചെക്കിങ്ങും അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് റെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇതാ പിന്നെ കിച്ചണിലേക്ക് കിടക്കുന്നത് ഇപ്പോഴാട്ടോ. ചായയൊക്കെ കുടിച്ചിട്ടോ, ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് കിടക്കാൻ പോവാണ്. ഞങ്ങൾക്കൂടെ തണുപ്പൊക്കെ നല്ല പോലെ തന്നെ കുറഞ്ഞു. ഇപ്പോൾ വലിയ തണുപ്പുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. തണുപ്പ് നല്ലപോലെ കുറഞ്ഞു. വേണമെങ്കിൽ പയ്യെ സ്വെറ്ററൊക്കെ ഇനി ഉപേക്ഷിച്ച് തുടങ്ങാം. ഇങ്ങനത്തെ കാലാവസ്ഥ കുഴപ്പമില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചൂട് കൂടുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റാത്ത അത്ര ചൂടായിരിക്കും. അതൊരു മെയ് ജൂണിലൊന്നും പറയണ്ട, ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഈവനിങ്ങിലത്തെ കുക്കിങ്ങിനൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് കടന്നു. അപ്പോഴേക്കും നമ്മുടെ പാലുകാരൻ ചേട്ടൻ പാലൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ പാലടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കി ജോലികൾ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഉണക്ക ചെമ്മീനും അതുപോലെ പച്ചക്കായും അത് രണ്ടും കൂടെ കൂട്ടിയുള്ള തേങ്ങ കരച്ചുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോതമ്പ് ദോശയും. അപ്പോൾ ഈ കറി നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് രാത്രിക്ക് ഈ കറി ഉണ്ടാക്കാമെന്ന്, ഗോതമ്പ് ദോശയുടെ കൂടെ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എനിക്ക് ഉണ്ടാക്കണം. കറിയായാലും ദോശയായാലും ഉണ്ടാക്കണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണക്ക ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 3-4 കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ ആ കായയുടെ കറിയൊക്കെ പോയി കിട്ടും വേഗത്തിൽ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പച്ചക്കായ എന്ന് പറയുന്നത് ഇതാട്ടോ. ചെറിയ കായ കറി വയ്ക്കാനൊക്കെ ഉള്ളത് ഈ ടൈപ്പാണ്. നേന്ത്രക്കായ ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെയാണ് കിട്ടുന്ന. ഇത് വെച്ചാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ആൽവിൻ്റെ വിശേഷങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കണ്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇനിയും ആൽവിനോട് വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞ് ഇനിയും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽവിന് ടൈമുള്ളപ്പോഴൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇനി ഏതെങ്കിലും പുതിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ കറങ്ങാൻ പോവേ അങ്ങനെ കാണാനൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ പറയാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴാണോ വീഡിയോ കഴിച്ചതെന്ന് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പാലൊക്കെ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാല് ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് ഒന്ന് തണുത്ത് കിട്ടാനും കൂടെ കിടക്കേണ്ട സമയമാകുമ്പോഴേക്കും ഒന്ന് തണുത്ത് കിട്ടണം. എന്നിട്ട് വേണം അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കിടന്നുറങ്ങാൻ. അപ്പോൾ നേരം കിടക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ നമുക്ക് പാൽപ്പാട നല്ലപോലെ കിട്ടും ഫ്രിഡ്ജിനകത്ത് വെക്കണമെങ്കിൽ രാത്രിയിൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുക്കാനായിട്ട് നീക്കി വയ്ക്കണം. ഇവിടെ കായ കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പും വെള്ളത്തിലങ്ങനെ ഇട്ട് വയ്ക്കണമെങ്കിൽ കായക്കറ പോയി കിട്ടാൻ നല്ല എളുപ്പം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നീക്കി വയ്ക്കണം. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരച്ചെടുക്കാനായിട്ട് ഞാൻ ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു തേങ്ങ. അതുകൊണ്ട് കുറച്ചിങ്ങനെ കട്ട പോലെ ഇരിക്കണം. എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പേ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറേ ഇങ്ങനെ തണുത്ത് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. കാരണം നല്ല തണുപ്പുള്ള തേങ്ങയാണ്. അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് നല്ലപോലെ വിട്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊന്ന് 2 മിനിറ്റിൽ നിന്ന് വെക്കാം. ആ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ കറിക്ക് ഞാൻ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഇത്തിരി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു സബോള, ഇത്ര ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞങ്ങൾക്കൂടെ ഇപ്പോൾ കറിവേപ്പില കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കറിവേപ്പിലയൊന്നും ഇല്ല. കറിവേപ്പില ഇല്ലാത്ത കറിയാണ്. നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില ഇട്ടോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ സബോള എടുത്തതിന് പകരം ചെറിയുള്ളി ഇട്ടെങ്കിൽ ചെറിയുള്ളി ഇടാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ പുളിക്ക് ആവശ്യത്തിന് തക്കാളിയാണ് ചേർക്കണത്. നിങ്ങൾക്ക് വാളംപുളി അല്ലെങ്കിൽ കുടപ്പുളി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് തക്കാളിയാണ്.
അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ ഉണക്ക ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വാരിതാ ഇത്രയും ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീന. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 ചെറിയ സ്പൂൺ ഉണക്ക ചെമ്മീൻ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തൊക്കെ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചെമ്മീനും കൂടെ ഇതിനകത്ത് കിടന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ കറിക്ക് ശരിക്കും ആ ഒരു ഉണക്ക ചെമ്മീൻ കറിയുടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വയ്ക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങയിൽ ഞാൻ ഇതാ ചെമ്മീനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വേഗത്തിൽ വരാം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ചെമ്മീനൊന്നും നമുക്ക് തിരിച്ചറിയില്ല, ആ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചട്ടി എപ്പോഴേക്കും ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയിൽ ഇതാ വെള്ളമൊക്കെ വറ്റി ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, നാടൻ കറിയുടെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ തണുപ്പ് ഇങ്ങനെ എന്താ പറയുക, തണുപ്പ് ഫുൾ പോയി എന്ന് പറയാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊന്നും ഒരുക്കി തുടങ്ങിയിട്ടില്ല. വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് തന്നെ ഇരിക്കണം എപ്പോഴും. എന്നാലും നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സ്വെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു തണുപ്പിൽ നിന്നൊക്കെ ഒന്ന് കുറവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്ന ആദ്യം തന്നെ. പിന്നെ ഒരു ശകലം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അത് ആദ്യം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. താളിച്ചൊഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവസാനം ചേർത്താൽ മതി കേട്ടോ. താളിച്ചൊഴിക്കുമ്പോൾ ഞാനൊരു ഇപ്പോൾ തന്നെ എല്ലാം ചേർത്തിട്ട് കറി ഉണ്ടാക്കാം. നമുക്ക് ഇതിലേക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമുളകൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞൊഴുകിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് സവോളയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ തന്നെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മുടെ കറിക്ക് ഇത്തിരി കളറ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഞാൻ എന്താ കുറച്ച് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിട്ട് കൊടുക്കാം. നമുക്ക് ചെമ്മീനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ആ മസാലകളൊക്കെ ചെമ്മീനുമേയും കൂടെ ഒക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും. അപ്പോൾ കറി ഒരു കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇനി നമുക്കിതാ ഇതിലേക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വാടംപുളി അല്ലെങ്കിൽ കുടപ്പുളിയൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ നല്ലപോലെ വേഗത്തിൽ തന്നെ കുക്കായി കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് പഴന്നു കിട്ടും. അപ്പോൾ തക്കാളി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഇത് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. നമുക്ക് അത് ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുത്തിരിക്കുന്നത്. 1 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ 2ാമത്തെ കപ്പ്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ എന്തായാലും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കാം. അപ്പോൾ ഞാനങ്ങനെ മെഷർ ചെയ്തൊന്നും ഒഴിക്കാറില്ല കേട്ടോ. ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടി കുഴഞ്ഞ് കിട്ടാനുള്ള നമുക്ക് ആ ഗോതമ്പ് ദോശയുടെ ആ ഒരു ബാറ്റർ റെഡിയാക്കാനുള്ള അങ്ങനെ വെള്ളം ഒഴിക്കാറ്. ഇപ്പോൾ ഞാൻ എന്താ ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ തക്കാളി ഇട്ടത് അപ്പോഴേക്കും ഇവിടെ നല്ലപോലെ ഒന്ന്
ഉടഞ്ഞ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കായ കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കായൊക്കെ നല്ലപോലെ കഴുകി വാരി വെള്ളം ഒഴിച്ചിട്ടതാണ്. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കായൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. നമ്മൾ തേങ്ങ അരപ്പൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ച് മാത്രം ജസ്റ്റ് കായൊന്ന് വേഗത്തിൽ കുക്കായി കിട്ടും. ഞങ്ങൾക്കിവിടെ കിട്ടുന്ന കായ വേഗത്തിൽ കുക്കായി കിട്ടുന്ന കായ കുറച്ച് വെള്ളം മാത്രം കുക്കായി കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് പൊട്ടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബാറ്ററൊക്കെ കൂടെ കംപ്ലീറ്റ്ലി റെഡിയാക്കി നമുക്ക് ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബാറ്റർ റെഡിയാക്കി പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗത്തിൽ തന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിലൂടെ ഇങ്ങനെ കിടന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതമ്പ് ദോശയുടെ ബാറ്റർ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോരി ഒഴിക്കാനുള്ള എളുപ്പത്തിനാട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കട്ടിയുള്ള ദോശ വേണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കണ്ട. ഞാനിപ്പോൾ ഈ കപ്പിൽ 3 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ കനം കുറഞ്ഞ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വെള്ളം ചേർത്തേക്കണം. കട്ടിയുള്ള ദോശ വേണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട. അപ്പോൾ ഒരു 2.5 കപ്പൊക്കെ ധാരാളം മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടിയിൽ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുന്നു. ഇവിടെ ദോശ ഉണ്ടാക്കാനുള്ള തവയൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. അപ്പോൾ ആ കായൊക്കെ നല്ലപോലെ കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ജാറൊക്കെ ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് വേണ്ടത്ര വെള്ളം കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് വേണ്ട അത്ര വെള്ളം കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഇത്തിരി തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ കിടന്നിങ്ങനെ നല്ലപോലെ തിളക്കിയിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് ഞാനിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കിയ നെയ്യ് പ്യുവർ നെയ്യായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെയ്യുടെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ തവയൊക്കെ ഇവിടെ ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാവ് ഇതിലേക്ക് ഒഴിച്ച് ദോശ വേഗത്തിൽ റെഡിയാക്കാം. നെയ്യ് ചേർക്കുന്നത് മസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഗോതമ്പ് ദോശയിൽ ഇപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് മറിച്ചിട്ടും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കറി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീനും കായൊക്കെ ആയിട്ടുള്ള കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. കായൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുക്കായിട്ടോ. അതുപോലെ തന്നെ അരപ്പൊക്കെ ആയാലും നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഇത് ഓവർ തിളപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി. എനിക്ക് ദോശ മാത്രം വേഗത്തിൽ ഇനി റെഡിയാക്കി എടുത്താൽ മതി. നമ്മുടെ ഫസ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ദോശയും നമ്മുടെ ഉണക്ക ചെമ്മീൻ കായക്കറിയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങളിതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറി. അപ്പോൾ ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കഴിയുന്നവരെ ഒരു 3-4 കൂടെയൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമൻസിലൂടെ അറിയിച്ചോളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.